ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, സൗന്ദര്യം അനുഗ്രഹമാണ്, ചിലപ്പോൾ ദുഃഖ കാരണമാകും. ഇത് സൂസന്ന എന്ന സുന്ദരിയായ യുവതി. അവളിൽ ആകൃഷ്ടരായ 2 ന്യായാധിപന്മാർ അവളെ കടന്നാക്രമിക്കുന്നു. അവൾ ചെറുത്തു. കള്ളസത്യം നിരത്തിയാണ് അവളെ കൊലക്കളത്തിലേക്ക് അവർ നയിച്ചത്. ദാനിയേൽ എന്ന പ്രവാചകനിലൂടെ കർത്താവ് അവളെ രക്ഷിക്കുന്നു. അവൾ പറയുന്നൊരു വാചകം ശ്രദ്ധിക്കാം. ദാനിയേലിന്റെ പുസ്തകം 13-ാം അധ്യായം 23-ാം തിരുവചനം. കർത്താവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങളുടെ പിടിയിൽ പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ദൈവം ന്യായാധിപൻ, നീതിമാനായ ന്യായാധിപൻ. സങ്കീർത്തനം 7:11 പറയുന്നില്ലേ? ജോബ് പറയുക, എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. ജോബിന്റെ പുസ്തകം 19-ാം അധ്യായം 25-ാം തിരുവചനം. രാജകോപം ഭയന്ന് ഒളിച്ചോടുന്ന എലിയ പ്രവാചകന് ചുടുകല്ലിൽ ചുട്ട അപ്പവും വെള്ളവും നൽകിക്കൊണ്ട് ദൂതൻ തട്ടി ഉണർത്തുന്നില്ലേ? തീച്ചൂളയുടെ മധ്യേ വേദനിക്കുന്ന 3 യുവാക്കളെ രക്ഷിക്കാൻ ഇതാ ദൂതൻ ചൂളയിലേക്ക് ഇറങ്ങിച്ചെന്ന് തീജ്വാലകളെ ആട്ടി അകറ്റുന്നത് കാണുന്നില്ലേ? നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പ്രതിസന്ധിയിലേക്കല്ല നാം നോക്കേണ്ടത്. നമ്മെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവത്തിലേക്ക് കണ്ണു നട്ട് നാം പ്രാർത്ഥനയിൽ മുഴുകണം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.